പിതാവിൻ്റെ സ്ഥാനത്തുള്ള പിതൃസ്ഥാനീയനായിട്ടുള്ള തന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി വരികയാണ്. നാടെങ്ങും കാത്തിരിക്കുകയാണ്. കീഴ്പ്പിള്ളിക്കരയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കീഴ്പ്പിള്ളിക്കരയിൽ ഈയൊരു പാടത്തിങ്ങനെ എല്ലാവരും ഉറക്കൊളിച്ച് കാത്തിരിക്കുന്നതാണ് പറയുന്നത് തേവരുടെ വരവ് കാണാനായിട്ട്. അത് സ്വർണ്ണക്കോലത്തമ്മലാണ് ഇന്നത്തെ ദിവസം തേവർ എഴുന്നള്ളിത്തുന്നത്. അരട്ടൂർ പൂരത്തിന് മുന്നേ ആയിട്ട് തൃപ്രർ തേവർ അന്തിയുറങ്ങുന്നൊരു സ്ഥലമുണ്ട്. അത് എവിടെയെന്നറിയോ നിങ്ങൾക്ക്? തേവരുടെ ആറട്ടൂർ പൂരത്തിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു മകീരം പുറപ്പാടിൻ്റെ പ്രത്യേകതകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ ഒരു അന്ത്യുറക്കവും വളരെ മനോഹരമായിട്ടുള്ള കുറേ കഥകളുണ്ട്. ആ കഥകളിലേക്ക് നമുക്ക് പോകാം. അതായത് മനയിലേക്ക് പോകാം. ആ മനയ്ക്കുള്ളിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഈ ഒരു ചടങ്ങ് തന്നെ ഏറ്റവും മനോഹരമായ പ്രത്യേകതകളുള്ള ഒരു കാര്യം കൂടിയാണ്. അതിനെക്കുറിച്ച് കൃത്യമായി പറയാനായിട്ട് നമ്മൾക്കൊപ്പം മനയുടെ പ്രധാനപ്പെട്ട ചില അതിഥികൾ നമ്മൾക്കൊപ്പം ജോയിൻ ചെയ്യും. കാത്തിരിക്കുക. മനയുടെ ഒരു മുൻഭാഗമാണ്, അതായത് കവാടമാണിത്. ഇനി മനയിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. ശരിക്കും ഇവിടെ തേവരെ വരവേൽക്കാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ആനശമയങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ആനപ്പന്തൽ ഒരുക്കിയിട്ടുണ്ട്. നേരെ തേവർ ഇവിടേക്ക് വരും. ഇവിടെയായിരിക്കും തേവർ ഇന്നത്തെ ഈ ഒരു ദിവസം അന്തിയുറങ്ങുന്നത്. നാളെയാണ് ആറട്ടൂർ പൂരം. ആറട്ടൂർ പൂരത്തിന് തൊട്ട് മുന്നോടിയായിട്ടാണ് തേവരുടെ ഈ ഒരു അന്തിയുറക്കം ഉണ്ടാവുക. ഇത് തരുണനെല്ലൂർ മനയാണ്. പടിഞ്ഞാറ് മനയെന്നും പറയാറുണ്ട്. ഓക്കെ, മനോഹരമായ രാത്രി. ഈ രാത്രിയിൽ ഞാൻ നിൽക്കുന്നത് പടിഞ്ഞാറ് മനയിലാണ്. പടിഞ്ഞാറ് മനയും ഒപ്പം തന്നെ നമ്മുടെ തൃപ്ര തേവരുടെ മകേരിയും പുറപ്പാടും പടിഞ്ഞാറ് മനയിലെ അന്തിയുറക്കവും തമ്മിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. തരണനെല്ലൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്. ഓക്കെ, അപ്പോൾ വർഷങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ടല്ലോ പറഞ്ഞാൽ നമ്മുടെ തേവരുടെ വരവും. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, തേവർ സ്വർണ്ണക്കോലത്തിലായിരിക്കും നമ്മുടെ ഇവിടേക്ക് മനയിലേക്ക് എത്തുന്നത് അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകതകളും ആ ഒരു ചരിത്രമൊക്കെ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൂരം പുറപ്പെട്ട് കഴിഞ്ഞാൽ, മകീരം പുറപ്പാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറാട്ടൂർ പൂരത്തിന് മുൻപുള്ള, ആറാട്ടൂർ പൂരം അടക്കം മുൻപുള്ള ആ 3 ദിവസങ്ങളിലാണ് പുഴ കടക്കുന്നത്. അതിൽ ആദ്യത്തെ ദിവസം, അതായത് ഇന്നലെ പുഴ കടന്നത് ഊരാളന്മാർ, അതായത് ക്ഷേത്ര ഊരാളന്മാരായിട്ടുള്ള ഇല്ലങ്ങളിലേക്ക് പറക്കി പോകുമ്പോഴാണ്. പുന്നപ്പള്ളിമന, ജ്ഞാനപ്പള്ളിമല, ചേലൂർമന, ഇങ്ങനെ 3 ഇല്ലക്കാർക്കാണ് അവിടെ ഊരാളസ്ഥാനുള്ളത്. ഊരാളന്മാരുടെ അവിടേക്കാണ് പുഴ കടന്നിട്ട് ആദ്യം പുഴ കടക്കുന്നത്. അതിനുശേഷം രണ്ടാമതാണ് ഇന്നത്തെ ദിവസം സ്വർണ്ണക്കോലത്തിൽ ഭഗവാൻ പുഴ കടക്കുകയാണ്. പുഴ കടന്ന് വരുന്നത് ഈ തന്ത്രിയില്ലത്തേക്ക് മാത്രമായിട്ടാണ്. തന്ത്രിയില്ലത്തേക്ക് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി, ആ രാജപ്രൗഢിയോട് കൂടിയിട്ട്, എല്ലാവിധ താള മേള വാദ്യങ്ങളോട് കൂടിയിട്ട് വരികയാണ്. വരുമ്പോൾ ആ തന്ത്രിയുടെ ഭൂമിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ 3 ആന ആയിട്ടാണ്, 2 ആനയുടെ അകമ്പടിയോട് കൂടിയിട്ട് ആ ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരിക. എഴുന്നള്ളിച്ച് വരുമ്പോൾ ആ പടിക്കൽ പഞ്ചവാദ്യമുണ്ട്. അതുപോലെ തന്നെ ഈ തന്ത്രിയുടെ ഇല്ലത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് കേളിപ്പറ്റ് മുതലായിട്ടുള്ള വാദ്യങ്ങളുണ്ട്. 101 കതിനാവലികളുണ്ട്. ഈ ആഘോഷത്തോടു കൂടി വരിക. വന്നു കഴിഞ്ഞാൽ ഈ ഇല്ലത്തെ പ്രധാനപ്പെട്ട ഒരു പ്രജ ഭഗവാനെ പറ വച്ച് സ്വീകരിക്കുകയാണ്. ആ പറ നിറച്ച് നമസ്കരിച്ച് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അകത്തേക്ക് എഴുന്നള്ളിക്കും. അകത്തേക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ആ സ്വർണ്ണക്കോലത്തിൽ നിന്ന് അകത്ത് പ്രത്യേകമായിട്ട് തയ്യാർ ചെയ്തൊരു പീഠമുണ്ട്. ആ പീഠത്തിലേക്ക് എഴുന്നള്ളിച്ച് വയ്ക്കുകയാണ് ചെയ്യുക. അവിടെ പൂജകൾ തുടങ്ങിയിട്ട് അതിനുശേഷം ചെമ്പിലാണ് ആറാട്ട്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഭഗവാൻ കുളത്തിലാണ് ആറാടിക്കുന്നത്. തന്ത്രിയുടെ ഇല്ലത്ത് ചെമ്പിലാണ്, നടുമുറ്റത്തിൻ്റെ അടുത്ത് പ്രത്യേകമായി സജ്ജീകരിച്ച ചെമ്പിലാണ് ആറാട്. ആ ചെമ്പിൽ ആറാട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പൂജ തുടങ്ങിയിട്ട്, ആ പൂജയ്ക്ക് ഉണ്ണിയപ്പം വളരെ പ്രധാനമാണ്. ഏകദേശം 100 കിലോ അരിക്കുള്ള അരി പൊടിച്ചിട്ട് അതുകൊണ്ടുള്ള ഉണ്ണിയപ്പമാണ് ഇവിടെ ഭഗവാനെ നേദിക്കുക. നേദിച്ചതിന് ശേഷം ആ അടുത്ത ദിവസം, അതായത് ആ പുലരുന്ന സമയം വരെ, ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലെ നെമോടി വെട്ടി ദേവനെ പള്ളി ഉണർത്തുന്ന സമയം വരെ അദ്ദേഹം ഇവിടെ വിശ്രമിക്കുകയാണ്. അതിനുശേഷം
പിറ്റേ ദിവസം അദ്ദേഹത്തിന് എന്തായാലും തിരിച്ചു പോകാതെ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ തന്ത്രിയുടെ ഇല്ലത്തേക്ക് വളരെ സന്തോഷത്തോട് കൂടി വന്ന് അങ്ങോട്ട് ഇത്തിരി വിഷമമായിട്ടാണ് പോവുക. അപ്പോൾ സ്വർണ്ണക്കോല ഒഴിവാക്കി, പച്ചക്കുട മുത്തുക്കുട ഒഴിവാക്കി, ഓലക്കുട ചൂടിയിട്ടാണ് അദ്ദേഹം തിരിച്ചു പോവുക. ആ തിരിച്ചു പോകുന്ന വഴിക്കാണ് നമ്മുടെ അവണങ്ങാട്ട് കളരിയിൽ പറ മുതലായിട്ടുള്ള വിശേഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അദ്ദേഹം തിരികെ തൃപ്പറക്ക് എത്തുന്നത്. അതെ അതെ അതെ. അപ്പോൾ ചെമ്പിൽ ആറാടിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് വിശിഷ്ടാൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ്. അതെ അതെ. എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു രീതികളും? അതിൻ്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ ശരിക്ക് ഒരു ദേവനെ സ്വീകരിച്ചിരുത്തുമ്പോൾ അത് 3 ഘട്ടമുണ്ട്. ആദ്യം ദേവൻ്റെ പീഠം പൂജിക്കുന്നതിനാണ് ആദ്യത്തെ പൂജ വരെ. പീഠം, അദ്ദേഹത്തിന് ഇരിക്കാനുള്ള ഇരിപ്പിടം. അതിനുശേഷമാണ് ദേവനെ കുളിപ്പിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ, സ്നാനം എന്ന് പറയുന്ന സമയം. ഈ സ്നാന സമയത്താണ് പ്രത്യേകമായിട്ട് ഒരു ചെമ്പ്, ആ ചെമ്പിനടുത്തായിട്ട് ഒരു പ്രത്യേകമായിട്ട് തയ്യാറാക്കിയൊരു പീഠം. ഈ പീഠത്തിൽ ഇരുത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്നാനം കഴിഞ്ഞാൽ പ്രത്യേകമായി തയ്യാറാക്കിയ പൊടിയുണ്ട്, അതായത് ചൂർണം എന്ന് പറയും. മഞ്ഞൾപ്പൊടി, സ്വർണ്ണം പൊടിച്ചതൊക്കെ ചേർത്തിട്ടുള്ളൊരു പ്രത്യേക ചൂർണ്ണമാണ്. ഈ ചൂർണം കൊണ്ട് അദ്ദേഹത്തിന് അഭിഷേകം ചെയ്യണം. അഭിഷേകം ചെയ്തിട്ട് അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഈ ജലത്തിൽ തന്നെ, ശുദ്ധജലത്തിൽ തന്നെ ആ തിടമ്പ് സ്നാനം ചെയ്യിച്ച് എടുക്കും. അതിനുശേഷമാണ് നിവേദ്യം മുതലായിട്ടുള്ള കാര്യങ്ങൾ. ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിഴുപ്പിളിക്കരയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു വിശേഷം ഇതാണ്. ഇത്രയും ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു അവസരം വേറെയില്ല. അതുപോലെ നമ്മളുടെ മനയ്ക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് പണ്ട് തൊട്ടേ അത്രയും ജനകീയമായിട്ടുള്ളൊരു ഒരു ഫാമിലിയാണ്. പണ്ടൊക്കെ വെള്ളപ്പൊക്ക കാലത്തൊക്കെ ഈ അന്ന് സ്കൂളുകളൊന്നും ഇത്രയും ഒന്നും ഇല്ലാത്ത കാലത്ത് വെള്ളപ്പൊക്ക സമയത്ത് തന്നെ ഇവിടെ ഇല്ലത്തെ കളപ്പരയിലാണ് ഈ ജനങ്ങളെ കൊണ്ട് താമസിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൊതുവായിട്ട് ഒരു വലിയൊരു ജനകീയ പങ്കാളിത്തമുള്ള ഒരു ഉത്സവമാണ്. ഈ പുതിയ പൂരങ്ങളുടെ പോലെ വലിയ ആഡംബരങ്ങളും അതൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്രയധികം ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഈ വഴിനീള വരുന്നവരെല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ നേരെ ഇങ്ങോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ആറാട്ട് കാണും, അതുപോലെ തന്നെ ഇവിടെ ചിലവഴിക്കും അല്ലേ ആളുകളെല്ലാവരും. അപ്പോൾ അവിടുന്ന് എനിക്ക് തോന്നുന്നു പുറത്ത് ഒരുപാട് ആളുണ്ട്, പക്ഷെ മന കണ്ടിട്ട് എഴുതിട്ടാണ് എല്ലാവരും മടങ്ങി പോകുന്നൊരു കാഴ്ച. അതെ അതെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭഗവാനെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 5-6 കൊല്ലം മുമ്പ് വരെ ഈ കലാപരിപാടികളൊന്നും ഇല്ലായിരുന്നു. ഈ ജനങ്ങൾ മുഴുവൻ ഈ ഉറക്കളച്ച് ഇവിടെ ഭഗവാൻ എത്ര നേരം എപ്പോഴാണോ വരുന്നത് അതുവരെ കാത്തിരിക്കുകയാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് കാലമായിട്ട് ഇവിടുത്തെ ഒരു ജനകീയ കൂട്ടായ്മ, ഒരു കൊച്ച് കലാപരിപാടി, ഭഗവാൻ വരുന്നവരെ ഉറക്കമുളച്ചിരിക്കാതിരിക്കാനും ഒരു വിഷമം ബോറടി തോന്നാതിരിക്കാനും വേണ്ടിയിട്ടായിട്ട് അവർ വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഈ കലാപരിപാടികളൊക്കെ. അത് തന്നെ ഓരോ കൊല്ലവും വളരെ വളരെ വിപുലമായി വരികയാണ്. ആദ്യം ചെറിയ ചിന്തുപാട്ടായിട്ട് തുടങ്ങി, പിന്നെ കാവടിയും അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങി. ഇപ്പോൾ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്നലെയും ഇന്നുമായിട്ട് ഉള്ള കലാപരിപാടികളൊക്കെ ആയിട്ടാണ്. ഈ കിഴുപ്പിളിക്കരയുടെ ഒരു ജിയോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ കിഴുപ്പിളിക്കരയുടെ ഒത്ത നടുക്കായിട്ട് ഒരു 10 ഏക്കറോളം ഭൂമിയിൽ പടർന്നു കിടക്കുന്ന ഒരു മനയാണത്. അപ്പോൾ അതിന് ചുറ്റുമാണ് ഈ കാണുന്ന റോഡുകളെല്ലാം പോകുന്നതൊക്കെ ഈ മനയ്ക്ക് ചുറ്റുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തവും ഇതിലെല്ലാം